ബിഗ് ബോസിനെ കുറിച്ച് 2 വാക്ക്. ഓക്കെ, ഇപ്പൊ ബിഗ് ബോസിന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ബിഗ് ബോസ് സ്ക്രിപ്റ്റ് അല്ല, ബിഗ് ബോസിന്റെ പ്രത്യേകത. ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണെന്ന് റോബിൻ പറഞ്ഞു, പിന്നെ മറ്റേ അഖിൽമാർ കുറെ ആള് പറഞ്ഞു സ്ക്രിപ്റ്റ് അല്ല. ബിഗ് ബോസിന്റെ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ബിഗ് ബോസിനകത്ത് ചെന്നതിന് ശേഷം ഒരു 2-3 ആഴ്ച കഴിയുമ്പം ഇതിനകത്തുള്ള ആൾക്കാർക്ക് ഏകദേശം അതിനകത്ത് ചെന്നവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ഈ ബിഗ് ബോസിന്റെ റൈറ്റിംഗില് എനിക്ക് തോന്നുന്നു അത്രയും കിടിലൻ ടീമിനെ വെച്ച് എഴുതിയേക്കുന്നത്. ഐ മീൻ മെന്റലി ഒക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരെ റിയലൈസ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുക. പിന്നീട് സ്ക്രിപ്റ്റ് കൊടുക്കും. അതായത് അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുന്നല്ല, അവർക്ക് മനസ്സിലാവും ഇന്ന ഇപ്പൊ മസ്താനിയുടെ ഗുണം കാണുമ്പോൾ തന്നെ മനസ്സിലാവും മസ്താനി ഇങ്ങനെ അവിടെ ചെന്ന് ഇവിടെ ചെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണെന്ന് അങ്ങനെ വിചാരിച്ചു. മസ്താനി അങ്ങനെ അല്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് വിചാരിച്ചോ. അപ്പം ഇതിന്റെ ബാക്കിൽ പിന്നണിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ബിഗ് ബോസിന്റെ, അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവരുടെ ഗുണം ഇങ്ങനെയാണ്, ഇവർക്ക് താണ്ട് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർക്ക് ഗെയിം കൊടുക്കത്തില്ലേ, അതിന്റെ ഇടയിൽ തരും കൊടുക്കും. അങ്ങനല്ല, ഗെയിമിൽ കൊടുക്കത്തില്ലേ, അല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നടക്കുന്നില്ല ഒരു പരിപാടി. അതെന്താ ഉറപ്പ്? പക്ഷെ കൊറേ പോയിട്ട് ഇറങ്ങിയ ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു സ്ക്രിപ്റ്റ് ആണെന്ന്? കൊറേ പേര് പറഞ്ഞല്ലോ. എനിക്കത് തോന്നുന്നില്ല സ്ക്രിപ്റ്റ്. നമ്മള് ബിഗ് ബോസ് പോലത്തെ നമ്മളങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കുന്ന ആരും അറിഞ്ഞാ അങ്ങനെ ഒരു പരിപാടി നീ തുടങ്ങണം എന്നുള്ളതാണ്. കാരണം നീ ബിഗ് ബോസിന്റെ വേറൊരു വെർഷൻ ഇവിടെ നടക്കുന്നത്. പിന്നെ ബിഗ് ബോസില് ഇന്ന ആൾക്കാർ വന്ന് പോകുന്നുണ്ടായിരിക്കും, പക്ഷെ ഇവിടെ എല്ലാരും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. തമ്മിൽ തല്ലുകളില്ല, പ്രശ്നങ്ങളില്ല. ലൈവ് കഴിയുമ്പോ എങ്ങനെയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ള കേസ് അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, അത് ആൾക്കാർക്ക് കൂടി സംശയം ഉണ്ടാവും. ഇവിടെ ലൈവ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ലൈവിൽ നിങ്ങൾ ലൈവ് അല്ലാത്ത സമയത്ത് ഇവിടെ എന്താണ് നടക്കുന്നത് അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അല്ലാണ്ട് ലൈവ് കഴിഞ്ഞിട്ട് ഇവിടെ ലൈവിന്റെ സമയത്ത് എല്ലാവരും സ്നേഹത്തിലായിട്ട് ലൈവ് കഴിഞ്ഞാൽ എല്ലാവരും അടി അങ്ങനെയൊന്നല്ല. ഓക്കെ, അങ്ങനത്തെ ഒരിക്കലും ഇവരിങ്ങനെ ഒരുമിച്ച് ഒത്തൊരുമയോടെ ഇരിക്കത്തില്ല. അത് നമ്മളെന്തായാലും 24 hour മാരത്തോൺ ഈ അടുത്ത് തന്നെ നടത്തും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഫുൾ ബിഗ് ബോസ് ക്യാമറകൾ നമ്മൾ വെച്ച് 24 hour അല്ല ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പ്ലാൻ കാണുന്നോണ്ടിരിക്കാം. അതിന്റെ അത് പക്ഷേ ഭയങ്കര വലിയ പ്രൊജക്റ്റാ, ചെറിയ പ്രൊജക്റ്റ് അല്ല. അതിന് കുറെ ഇൻവെസ്റ്റേഴ്സും സ്പോൺസേഴ്സും എല്ലാം ഉണ്ട്. അതിന്റെ കുറെ ആൾക്കാരോട് ഞാൻ സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്നെയും കേട്ടണേ. പിന്നെ നീ ഉണ്ട്, പിന്നല്ല ഇവിടെ ഇതുവരെ ലൈവിൽ വന്ന എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യും.